കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്. എ ഒരു ജോലി 15 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യുന്നു. അവർ ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്താൽ ബാക്കി വരുന്ന ജോലിയെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ നമുക്കൊന്ന് നോക്കാം. എയുടെ കഥ, ബിയുടെ കഥ. എ ഒരു ജോലി 15 ദിവസം, ബി അതേ ജോലി 20 ദിവസം കൊണ്ട് തീർക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഇവർ എത്ര ജോലിയാണ് ആകെ തീർക്കേണ്ടത്, അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 15ൻ്റെ 20ൻ്റെ LCM എടുത്ത് എഴുതിയാൽ മതി. എൻ്റെ കുട്ടികൾക്കറിയാം. അല്ലെങ്കിൽ 15 കൊണ്ട് 20 കൊണ്ട് ഹരിക്കാവുന്ന ഏതെങ്കിലും ഒരു സംഖ്യ എഴുതിയാലും മതി കേട്ടോ. അപ്പം ഞാനിവിടെ 15ൻ്റെ 20ൻ്റെ LCM ആയ 60 എഴുതുന്നു. അപ്പം ടോട്ടൽ വർക്ക് 60 അസ്യൂം ചെയ്യാം. അങ്ങനെയെങ്കിൽ എ ഒരു ദിവസം എത്ര ജോലി തീർക്കും, ബി ഒരു ദിവസം എത്ര ജോലി തീർക്കുമെന്ന് നോക്കാൻ പോകാം. എന്ന് വെച്ചാൽ അവരുടെ കാര്യക്ഷമത നോക്കാൻ പോവാം. എയുടെ കാര്യക്ഷമത കാണാൻ 60/15 ഒരു ദിവസം 4 ജോലി തീർക്കും. ബിയുടെ കാര്യക്ഷമത കാണാൻ 60/20 ബി ഒരു ദിവസം 3 ജോലി തീർക്കും. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, എയും ബിയും കൂടെ ഒരു ദിവസം എത്ര ജോലി തീർക്കുമെന്ന് ചോദിച്ചാൽ 4ഉം 3ഉം 7 ജോലിയാണ് തീർക്കുന്നത്. ഇനി ചോദ്യത്തിൽ എന്താ പറയുന്നത്? ചോദ്യത്തിൽ പറയുന്നു അവർ ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്തു എന്ന് പറഞ്ഞാൽ എയും ബിയും ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്തു. നമ്മളിപ്പം കണ്ടുപിടിച്ചു വെച്ചു എയും ബിയും ഒരുമിച്ചാൽ ഒരു ദിവസം 7 ജോലി തീർക്കുമെന്ന് കണ്ടുപിടിച്ച് വെച്ചതേ ഉള്ളൂ. 4 ദിവസം അവർ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്ര ജോലി തീർന്നു? 7 × 4 28 ജോലി തീർന്നിട്ടുണ്ട്. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾക്ക്? അങ്ങനെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ബാക്കി വരുന്ന ജോലി എത്ര? മൊത്തം 60. അപ്പം റിമൈനിങ് ഞാൻ എഴുതാം. ബാക്കി വരുന്ന ജോലി എത്രയാണെന്ന് ചോദിച്ചാൽ 60 - 28 32 ജോലി ബാക്കി വന്നു അല്ലേ? അതിനെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ കാണണ്ടേ? ടോട്ടൽ 60 ജോലി ഉണ്ടായിരുന്നു, അതിൽ 32 ബാക്കി വന്നു. ഇതല്ലേ ആ ഫ്രാക്ഷൻ? ഒന്ന് വെട്ടിച്ചെറുതാക്കിയേ. 4 വെച്ച് വെട്ടിയാൽ 8/15 നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക്